നമ്മുടെ കേരളത്തിൽ ജെം സ്റ്റോൺസിന്റെ അല്ലെങ്കിൽ രത്നങ്ങളുടെ നിക്ഷേപമുണ്ടോ? യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭിക്കുന്നില്ലെങ്കിലും സ്പെസിഫിക്കലി ചില റീജിയൻസിൽ നമുക്ക് ജെം സ്റ്റോൺസിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗ സ്റ്റോണാണ് റൂബി അല്ലെങ്കിൽ മാണിക്യം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ചാണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് റൂബിയുടെ ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതങ്ങനെ ഒരു ടോപ്പ് ക്വാളിറ്റി റൂബി അല്ലെങ്കിലും ആ ഒരു ഫാമിലിയിൽപ്പെട്ട സ്റ്റോൺ തന്നെയാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. കണ്ണൂരിൽ മുതൽ അങ്ങോട്ട് കർണാടക ബോർഡറിലേക്ക് പോകുമ്പോഴൊക്കെ അതിന്റെ ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മടിക്കേരി, മൈസൂർ വരെയൊക്കെ നമുക്ക് ആ ഒരു റൂബി ബെൽറ്റ് കാണാൻ സാധിക്കും. അതിന് മാർക്കറ്റിൽ പൊതുവെ മൈസൂർ റൂബി എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട്. അതങ്ങനെ ഒരു ജെം ക്വാളിറ്റി അല്ല, വളരെ ലൈറ്റ് കളർ ആയിരിക്കും. അതേപോലെ തന്നെ ഒപ്പക് ആയിരിക്കും, ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അളവും വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന്റെ വാല്യൂ കുറച്ച് കുറവാണ്. ഇനി നമുക്ക് കിട്ടുന്ന വേറൊരു ടൈപ്പ് സ്റ്റോൺ ആണ് ക്രൈസോബറിൽ എന്ന് പറയുന്ന സ്പീഷീസിൽ ഉണ്ടാകുന്ന 1-2 സ്റ്റോൺസ് നമുക്ക് കേരളത്തിന്റെ സദേൺ റീജിയനിൽ പോകുമ്പോൾ ട്രിവാൻഡ്രം ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 സ്റ്റോൺസ് ആണ്, ഒന്ന് ക്രൈസോബറിൽ കാറ്റ്സൈ, മറ്റൊന്ന് അലക്സാൻഡ്രൈറ്റ്. ക്രൈസോബറിൽ കാറ്റ്സൈ എന്ന് പറയുന്നത് വൈഡൂര് എന്ന് പറയും. നമ്മുടെ നവരത്നത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റോൺ ആണ് വൈഡൂര്. അതിലൊരു ടോപ്പ് ക്വാളിറ്റി വൈഡൂര്യങ്ങളാണ് നമുക്ക് ട്രിവാൻഡ്രത്തെ നെടുമങ്ങാട്, വെഞ്ഞാറമൂട് തുടങ്ങിയ ഏരിയയിൽ കിട്ടുന്നത്. അതിന് ട്രിവാൻഡ്രം കാറ്റ്സൈ എന്ന മാർക്കറ്റിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു പേര് തന്നെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ അലക്സാൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞു. അത് കളർ ചേഞ്ചിങ് വെറൈറ്റി ആണ്. ക്രൈസോബറിൽ കാണുന്ന കളർ ചേഞ്ചിങ് ടൈപ്പ് സ്റ്റോൺ ആണ് അലക്സാൻഡ്രൈറ്റ്. അതിനെക്കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു ടൈപ്പ് സ്റ്റോൺസ് നമുക്ക് കിട്ടുന്നത്. ഇതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റി ജെം സ്റ്റോൺസ് ആണ് നമുക്ക് ട്രിവാൻഡ്രം ഏരിയയിൽ കിട്ടുന്ന സ്റ്റോൺസ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലാണ് പ്രധാനമായും കേരളത്തിൽ ജെം ഡെപ്പോസിറ്റ് ഉള്ളത്. പിന്നെ പല ഭാഗങ്ങളിൽ നമുക്ക് സെമി പ്രഷ്യസ് സ്റ്റോൺസ്, അത്രത്തോളം വാല്യുബിൾ അല്ലാത്ത ക്വാർട്സ് സ്പീഷീസിലൊക്കെ കാണുന്ന ധാരാളം സ്റ്റോൺസ്, റോക്ക് ക്രിസ്റ്റൽസ്, അതായത് സ്ഫടികം എന്ന് പറയുന്ന സ്റ്റോൺ, അതേപോലെ എമിത്തിസ്റ്റ്, സിട്രിൻ തുടങ്ങിയ സ്റ്റോൺസ് നമുക്ക് കേരളത്തിലുടനീളം അങ്ങോളങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധ്യതയുള്ള ഒരു സ്റ്റോൺ ആണ്. പക്ഷെ അതൊന്നും അത്രത്തോളം വാല്യുബിൾ അല്ല. പിന്നെ ഡയമണ്ടിന്റെ ഒന്നും സാന്നിധ്യം ഇതുവരെ നമുക്ക് കേരളത്തിൽ റെക്കോർഡിങ്ങിലൊന്നും പ്രൂവൺ അല്ല. അപ്പോൾ ഈ ടൈപ്പ് സ്റ്റോൺസ് ആണ് മെയിൻലി നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മുടെ കേരളത്തിലെ ജെം ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ബൈ.